വായ് 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 വായ്. ഇത് DPC കോട്ടിങ് ചെയ്യുന്നതാണ് എല്ലാവരും. ഈ മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ലിക്വിഡ് മേടിച്ച് 2 ലെയർ അടിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞു എന്നാണ് ചിന്താഗതി. അതുമാത്രമല്ല, ഇത് ചെയ്യുന്നൊരു കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ വാട്ടർ പ്രൂഫിങ് കൊടുക്കുമ്പോൾ ഈ ഒരു പോർഷൻ നിലനിർത്തും. ഈ ഒരു പോർഷൻ നിലനിർത്തി ഇവിടെ കോട്ടിങ്ങോ കാര്യങ്ങളോ കൊടുക്കാതെ ഇതിന്റെ പുറം ഭാഗത്തും ഇവിടെയും മാത്രം എന്ത് ചെയ്യുന്നു വാട്ടർ പ്രൂഫിങ് കോട്ടിങ് കൊടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തിനാണ് ഈ വാട്ടർ പ്രൂഫിങ് കോട്ടിങ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈസിങ് ലാമിനേറ്റ്സ് മഴ പെയ്യുന്ന സമയങ്ങളിൽ ഫൗണ്ടേഷന്റെ അകത്തും പുറത്തും എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം കയറി റൈസിങ് മേലേക്ക് കയറി വന്നിട്ട് ഇതിലൂടെ നമ്മുടെ ഭിത്തിയിലേക്ക് കയറി വന്ന് ഭിത്തി പൊരിഞ്ഞളവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് കോട്ടിങ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബിറ്റുമിൻ ഷീറ്റ് ആണ്. ബിറ്റുമിൻ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതിന്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ബിറ്റുമിൻ ഷീറ്റിന് 3 mm തിക്നെസ് ഉണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന പ്രൈമർ സോൾവെന്റ് ബേസ്ഡ് പ്രൈമറാണ്. അപ്പോൾ ഈ സോൾവെന്റ് ബേസ്ഡ് പ്രൈമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രിക്കിന് ഈ കോൺക്രീറ്റിനെ കൊടുക്കുമ്പോൾ തന്നെ ഇത് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് കയറി വരുന്ന റൈസിങ് ലാമിനേറ്റ്സ് വാട്ടർ എന്ന് പറയുന്നത് മേലേക്ക് കയറി വരത്തില്ല. വന്നു കഴിഞ്ഞാൽ തന്നെയും ഈ 3 mm തിക്നെസ് ഉള്ള ഒരു വാട്ടർ പ്രൂഫിങ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. സർഫസ് നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ അവിടേക്ക് ഷീറ്റ് ലേ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്തുകൊണ്ട് ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ഫൗണ്ടേഷനിൽ സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക മെറ്റീരിയൽസിനും എലോങ്ങേഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ബിറ്റുമിൻ കണ്ടൻറ്റും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ ബിറ്റുമിൻ ലിക്വിഡ്സ് അടിച്ചു കഴിഞ്ഞാൽ അതിന് മേലേക്ക് പടവ് കെട്ടി വരുമ്പോൾ വർക്കേഴ്സിൻ്റെ ഫുഡ് ട്രാഫിക്, അങ്ങോട്ടുള്ള നടത്ത, അതിന് മേലേക്ക് ബ്രിക്ക് എടുത്ത് വെക്കുന്നത്, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കൊടുത്തേക്കുന്ന വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിനെ ഡാമേജ് ആക്കുന്നുണ്ട്. ഈ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിനെ ഡാമേജ് ആക്കി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഈ റൈസിങ് ലാമിനേറ്റ്സിൻ്റെ ഇഷ്യൂസ് പ്രധാനമായിട്ടും ഉണ്ടാകാൻ തുടങ്ങും. പിന്നീട് നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല. ഇതുപോലുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ട് സർവീസിന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഷെയർ ചെയ്യുക.